കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ അതിപ്പം പലർക്കും ഒരു പേടി സ്വപ്നമാണ്. അതായത് പ്രായമുള്ളവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് പലർക്കും മനസ്സിലാക്കാം, പ്രായാധിക്യം കാരണം അസുഖങ്ങൾ കാരണമൊക്കെ വരുന്നു എന്ന രീതിയിൽ പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരിൽ അധികം ആകാത്തവരിൽ 40 വയസ്സുകളിൽ 50 വയസ്സുകളിലൊക്കെ ഇങ്ങനെ നമുക്ക് പരിചയമുള്ള പല വ്യക്തികളും കുഴഞ്ഞു വീണ് മരിക്കുന്നു, പെട്ടെന്ന് നിലത്ത് വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു, ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നു. അത്തരമൊരു കഥകൾ നമ്മുടെ ചുറ്റിനും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അല്ലേ. അപ്പോൾ ആ ഒരു ഭയം സമൂഹത്തിനുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ മുൻപിൽ കുഴഞ്ഞു വീഴുന്നു, അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നമ്മൾ സാധാരണ ഒരാൾ, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് നമ്മൾ രണ്ടുപേരും. നമ്മുടെ മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊരു നിത്യ സംഭവമാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, അതിൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങളിലോട്ട് പോകുന്നതിനും ബുദ്ധിമുട്ടില്ല. കാരണം അതൊരു അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാത്തടത്തൊരു ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് കണ്ടു നിൽക്കുന്നവർ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ആരെങ്കിലും കുഴഞ്ഞു വീണു അല്ലെങ്കിൽ വീണ് കിടക്കുന്നു, അത് കുഴപ്പമില്ലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു വലിയൊരു, അതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തുള്ളൊരു കാണാനും വീഡിയോ എടുക്കാനുള്ള പോലെയുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാനുള്ള താല്പര്യം ഉള്ളവരില്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതാണ് ഫസ്റ്റ് പോയിന്റ്. യു ഹേവ് ടു റെസ്പോണ്ട്. ആരെങ്കിലും അത് നോക്കണം എന്താണ് സംഭവിക്കുന്നുള്ളത്. കാഴ്ചക്കാരായി നിൽക്കുന്നതിന് പകരം ആക്റ്റീവായിട്ട് ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ്. എല്ലാവരും ഇപ്പോൾ നമ്മൾ CPR എന്ന് പറയുന്ന കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതാണ്, റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ അവിടെ പോയി നോക്കി സീൻ എന്താ സംഭവം നോക്കുക, പ്രതികരിക്കുക, ആ സീൻ അസസ് ചെയ്യുക എന്താണെന്നുള്ളത്. ഈ കിടക്കുന്ന ആൾ ശരിക്കും വല്ല റോഡിലാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ നിന്ന്, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്നതാണെങ്കിൽ അവിടെ മാറ്റി കിടത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും അപകടത്തിലാവും അവിടെ നിൽക്കുന്നവരും കൂടെ. അപ്പോൾ അതിനുള്ള ഒരു വിവേകം ആരെങ്കിലും കാണിക്കേണ്ടി വരും. അത് നാട്ടിൽ നടക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ നമ്മളത് മറന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അപകടം എന്നുള്ളത് മാറ്റി കിടത്തുക. പിന്നെ എനിക്ക് തോന്നുന്നത് കുഴഞ്ഞു വീണ ആൾ ശരിക്കും നമ്മൾ സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സഡൻ കാർഡിയക് അറസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എന്നാലും എല്ലാവരും കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന ആ ഹൃദയം നിന്ന അവസ്ഥയിലാവണമെന്ന് നിർബന്ധമില്ല. നിന്ന് പോയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു മോഹാത്സ്യം അല്ലെങ്കിൽ നമ്മൾ സിങ്കോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ബോധക്കേടാവാം. ചിലപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പല കാരണം കൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞ് അവർ വീഴാം. അപ്പോൾ എന്ത് തന്നെയായാലും അത് സീരിയസ് ഒരു കാര്യമാണ്. ഒരാൾ പെട്ടെന്ന് അബോധാവസ്ഥയിൽ പോവില്ല, ബോധം നഷ്ടപ്പെടാതെ ഒരാൾ കുഴഞ്ഞു വീഴില്ല. പിന്നെ അവർക്ക് നേരത്തെ അസുഖങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു അത് നമുക്ക് അറിയില്ല. അതിൻ്റെ സാധ്യതകളുണ്ടാവാം ചിലപ്പോൾ അതിനുള്ള. പക്ഷേ ഈ ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ നോക്കുന്നൊരു കാര്യം, ഈ ഹൃദയം നിന്നിട്ടുള്ള ഒരു കാര്യം CPR എന്ന് പറയുന്ന കാര്യം ചെയ്യണോ വേണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഇമ്മീഡിയറ്റ്ലി വരുന്നത്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു എളുപ്പം നോക്കാവുന്ന കാര്യം, നേരെ കിടത്തിയൊരു സ്ഥലത്ത് മാറ്റി കിടത്തി സഹായത്തിന് ആളെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഇത്, ആരെങ്കിലും ഒരു ഡോക്ടറെ കിട്ടുമോ അല്ലെങ്കിൽ അടുത്ത് ഡോക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പം പ്രത്യേക നമ്പറുകൾ ചില രാജ്യങ്ങളിലുണ്ട്, അതിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാം. നമുക്കത് അത്ര എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നറിയില്ല. എല്ലായിടത്തും ഒരേ നമ്പർ വർക്ക് ചെയ്യുന്ന ലെവലിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്. യു ഗെറ്റ് എ ഡോക്ടർ ഇൻ ദ സെയിം. നേഴ്സസ് അവിടെ ഉണ്ടോ, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. CPR അറിയാവുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ആരെങ്കിലും ഉറക്കെ വിളിച്ച് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെസ്റ്റ് മൂവ് ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് വളരെ സീരിയസ് ആണ്. അത് വെറും മോഹാത്സ്യമല്ല, ദാറ്റ്സ് നോട്ട് എ സിങ്കോപ്പ്. അതൊരു റിയൽ കാർഡിയക് റെസ്പിറേറ്ററി അറസ്റ്റ് ആവാനാണ് സാധ്യത. അതായത് ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞതുപോലെ കുഴഞ്ഞു വീഴുന്നൊരു വ്യക്തി തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും രോഗി കുഴഞ്ഞു വീഴാം. പക്ഷെ അങ്ങനെ കുഴഞ്ഞു വീഴുമ്പോഴും ശ്വാസോച്ഛ്വാസം സാധാരണ കാണാവുന്ന ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെഞ്ചിൻ കൂട് പൊങ്ങി താഴ്ന്ന് നമ്മൾ കാണണം. തീർച്ചയായും അതില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വളരെ ഗ്രേവ് സൈൻ ആണ്. അത് കാർഡിയക് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കൺഫേം ചെയ്യാം. ഹൃദയം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ശ്വാസോച്ഛ്വാസം ഇല്ലെങ്കിൽ, ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാർഡിയക് അറസ്റ്റ് കൂടി ആയിരിക്കാം. റെസ്പിറേറ്ററി അറസ്റ്റ് ഒറ്റയ്ക്ക് മരിക്കുമ്പോൾ കാർഡിയക് അറസ്റ്റ് കൂടി ഉണ്ടാവണം. അതായത് റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവണം.
കാരണം എന്ന് വെച്ചാൽ ഹൃദയസ്തംഭനം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം പൾസ് നോക്കി ശീലം വേണം. അപ്പം സാധാരണ ഈ പറയുന്നത് പോലെ ഇവിടുത്തെ കഴുത്തിലെ പൾസ് നോക്കിയിട്ട് ശീലമില്ലാത്ത ആൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് പറയാൻ എളുപ്പമാണെങ്കിൽ നമ്മുടെ കൈയുടെ മിടിപ്പ് പോലും നമുക്ക് തോന്നാം. പരിശീലനം ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട് തട്ടി വിളിക്കുക, റെസ്പോൺസ് ഇല്ല, ഒട്ടും ഇല്ല എന്ന് നോക്കുക, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ തന്നെ അത് ഏകദേശം CPR കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. ഇനിയിപ്പം അങ്ങനെ ഉറപ്പില്ലെങ്കിൽ പോലും CPR എന്നുള്ള പ്രക്രിയ തുടങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നും സംഭവിക്കില്ല. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊരാൾ പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾ CPR കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോയിട്ടുള്ള കുഴപ്പമുള്ളൂ. അതായത് കംപ്രഷൻസ് കുറഞ്ഞു പോവുക, ശക്തി കുറഞ്ഞു പോവുക എന്നുള്ളതാണ് കാണാറ്. കൂടി പോകുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് CPR എന്ന് പറയുന്ന കാർഡിയക് റെസസിറ്റേഷൻ അല്ലെങ്കിൽ കംപ്രഷൻസ് തുടങ്ങുന്നത്, കംപ്രഷൻസ് ആണ് അതിൻ്റെ അടിത്തറയല്ലോ. ചെസ്റ്റ് കംപ്രഷൻസ് ചെസ്റ്റിന് നടുക്ക് നേരെ കിടത്തിയിട്ട് അപകടമില്ലാന്നാക്കിയതിന് ശേഷം കംപ്രഷൻസ് എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാവുന്ന കാര്യം. സംശയമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം അയാൾ എഴുന്നേറ്റാലും നമുക്ക് അതുകൊണ്ട് വേറെ നഷ്ടമൊന്നും വരുന്നില്ല. വളരെ ശക്തിയെ നെഞ്ചത്തിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ചിലപ്പോൾ അതൊരു ഈസി വേ ഔട്ടായിട്ട് എടുക്കുമ്പം ചിലപ്പം ഒരു കാർഡിയക് തമ്പ് എന്നൊക്കെ പറയുന്നതിനകത്ത് ബെനിഫിറ്റ് കിട്ടാം. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് നെഞ്ചത്തിടിക്കുമ്പം ബെനിഫിറ്റ് കിട്ടുമോ നമുക്കറിയില്ല. വെറുതെ നെഞ്ചത്തിടിച്ചതുകൊണ്ട് കാര്യമില്ല, വളരെ പ്രിസ്ക്രൈബ്ഡ് ആയ ഒരു മെത്തേഡ് അതിനുണ്ട്, ഒരു രീതി അതിനുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹാർട്ടിനെ കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ തൊറാക്സിലേക്ക് പ്രഷർ ചേഞ്ചസ് കൊണ്ടുവരിക. സർക്കുലേഷനാണല്ലോ നിന്ന് പോകുന്നത്. നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് സർക്കുലേറ്ററി അറസ്റ്റ് ആണ്. അതെ, രക്തം ഒഴുകുന്നതാണ് ജോലി, ഹാർട്ടിന്റെ ജോലി. അപ്പോൾ ഉദ്ദേശിക്കുന്നത് സർക്കുലേഷൻ കുറയുന്ന അവസ്ഥകൾ, അത് സർക്കുലേഷൻ ഇല്ലാതാവുന്ന അവസ്ഥകൾ, അതാണ്. അപ്പോൾ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ചെസ്റ്റ് കംപ്രഷൻസ് സഹായകരമാകും. അതിൻ്റെ കൂടെ ഈ റെസ്ക്യൂ ബ്രത്ത് എന്നൊക്കെ പറയുന്ന സാധനം, ഇടയ്ക്ക് ശ്വാസം തുറന്ന് മൗത്ത് ടു മൗത്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും അതത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന അതിനകത്തുള്ള ഒരു മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പരിചയമില്ലാത്ത ആൾക്ക് ചിലപ്പം സ്റ്റിഗ്മ ഉണ്ടാവാം. അപ്പോൾ അതിനകത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറ്റുമെങ്കിൽ അത് ഇടയ്ക്ക് ഒരു 30 പ്രാവശ്യം ചെയ്ത് കംപ്രഷൻ ശേഷം 1-2 പ്രാവശ്യം എന്ന രീതിയിലൊക്കെയാണ് പൊതുവെ പല രീതികളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഏറ്റവും പ്രധാനം എന്നാലും എനിക്ക് തോന്നുന്നത് കംപ്രഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സർക്കുലേഷൻ്റെ ഒരു പോസിബിലിറ്റി വരും അവിടെ. അപ്പം മിനിമൽ സർക്കുലേഷൻ എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഒരു ലേമാൻ ചെയ്യുമ്പോൾ അത്തരം ഒരു കാര്യത്തിലൂടെ ചിലപ്പോൾ മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ തീർച്ചയായും നമുക്ക് രക്ഷിക്കാൻ ചിലപ്പോൾ. അതെ, കാരണം നോ ഫ്ലോ എന്ന് പറയുന്ന സാധനം, ഒരു ഒട്ടും രക്തോട്ടമില്ലാത്തൊരവസ്ഥ, അതിൽ നിന്നും ലോ ഫ്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്പമെങ്കിലും രക്തം അത് കിട്ടിയാൽ ചിലപ്പോൾ ഗോൾഡൻ ടൈമാണ്. നമുക്കറിയാവുന്ന പോലെ കോശങ്ങൾക്ക് ഓക്സിജൻ വേണം, ഓക്സിജന് സർക്കുലേഷൻ വേണം, ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഓക്സിജൻ ഏറ്റവും വൈറ്റൽ കാര്യമാണ്. ബ്രെയിനിനൊക്കെ സംബന്ധിച്ചോളം മിനിറ്റുകളാണ് പറയുന്നത് ഡാമേജ് തുടങ്ങുന്നത്. അപ്പം എത്ര പെട്ടെന്ന് നമ്മൾ ഓക്സിജനേറ്റ് ചെയ്യാനുള്ള സർക്കുലേഷൻ നമ്മൾ ശ്രമിക്കുന്നു, ആ ഒരു ഔട്ട്കം കാർഡിയക് അറസ്റ്റിൽ അത്രയും നന്നാവാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. വളരെ തെളിയിക്കപ്പെട്ട കോമൺ സെൻസ് തൊട്ടിട്ട് സയൻറ്റിഫിക് എവിഡൻസ് വരെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനകത്ത് സംശയമില്ല, എത്ര പെട്ടെന്ന് അത്രയും നല്ലത്. അപ്പോൾ ഈ കൈകൾ ഉപയോഗിച്ച് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള ആ കംപ്രഷൻ, ആ ഒരു CPR കൊടുക്കുന്ന അവസ്ഥ, പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെ, BLS. ഇതിനിപ്പോൾ നമ്മളിപ്പം പല രീതിയിലുള്ള ഇതിനകത്ത് പല സംഘടനകൾ ഇതിനകത്ത് ഒത്തിരി വർഷത്തെ പരിചയമുള്ളവരോ, ഒന്ന് പ്രധാനമായിട്ടുള്ള അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള സംഘടനകളുടെ ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നേക്കുന്നത്. അതിപ്പോൾ യൂറോപ്യൻ കൗണ്ടർ പാർട്സ് എല്ലാം, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ബേസിക്കലി ഇത് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സിമ്പിളായിട്ടുള്ള ബേസിക് ലൈഫ് സപ്പോർട്ടും പിന്നെ മറ്റേത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടും. ഇപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരാളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന റെസ്പോൺസ് ഇല്ലെങ്കിൽ, ശ്വാസം എടുക്കുകയോ അല്ലെങ്കിൽ പൾസ് ഇല്ലെങ്കിൽ അവർക്ക് CPR, കാർഡിയക് കംപ്രഷൻ, ചെസ്റ്റ് അമർത്തിയിട്ട് കംപ്രഷൻ തുടർത്ത് അവരെ ഒരു ഹെൽപ്പ് കിട്ടി അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന സമയം വരെ സഹായിക്കുന്ന കാര്യമാണ് നമ്മൾ BLS ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പം ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ AED എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സുകൾ കാണാം, ഷോക്ക് അടിക്കുന്നത്. അത് ഷോക്ക് അടിപ്പിക്കാൻ അറിയുന്ന ആളുകൾ വേണം, അതിനൊക്കെ നമുക്ക് പഠനം വേണം. ഇതങ്ങനെയല്ല, നമുക്ക് ലുലു മോളിലോ അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിലോ ഈവൻ റെയിൽവേ സ്റ്റേഷൻസിലോ എല്ലാം അത് ഉണ്ട്. അപ്പോൾ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് അതിനൊക്കെ മാർക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോയിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്രഷൻ തുടരാൻ പറയും, അല്ലെങ്കിൽ മാറി നിൽക്കുക ഷോക്ക് എന്ന് പറയും. അത് BLSൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അതിനകത്ത് ആ സാധനം എവിടെയാണ് ഇരിക്കുന്നത്, അത് എടുത്തുകൊണ്ടൊന്ന് ഒട്ടിക്കുക തുടങ്ങിയ ബേസിക് കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു BLS കുറച്ച് പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളിപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓരോ വ്യക്തിയും
അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സംശയമില്ല. കാരണം നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും അപ്പുറത്ത് കുഴഞ്ഞു വീണത്. ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും. എന്തായാലും ജീവന് ഒരു വിലയാണല്ലോ. അത് എപ്പോൾ സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇതിനകത്ത് ഭയമുണ്ടാവും. കാരണം ഒരാളെ സഹായിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്താൽ കുഴപ്പമാവുമോ, ഇനി ചെയ്ത് ബാക്കി ഇനി ഗുണമാണോ എന്നുള്ള പ്രശ്നമാണ് പലപ്പോഴും. ആ ഫെയിലിയറിൻ്റെയും അതൊക്കെ ഫിയർ ഉണ്ടല്ലോ, അത് സൈക്കോളജി നമ്മളാണെങ്കിലും മാറി നിൽക്കുന്നതാണോ നല്ലത് എന്ന് തോന്നാം. അപ്പം എനിക്ക് അതിന് ബേസിക് സ്കൂളിങ്ങിൽ, ഹൈസ്കൂളിലെങ്കിലും ഇത് വളരെ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കണം. വലിയ കാര്യങ്ങളല്ല ഇത്. ജസ്റ്റ് നമുക്ക് പിന്നെ സിമുലേഷൻ വഴി അല്ലെങ്കിൽ ചില ഇപ്പം മാനക്കിൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പലയിടത്തും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാൻഡേറ്ററി ആക്കുക, നിർബന്ധപൂർവ്വം പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ മാറ്റണം. ബേസിക് ലൈഫ് സപ്പോർട്ട്. പലപ്പോഴും വ്യക്തികൾ കാഴ്ചക്കാരാവുന്നതിന്റെ കാരണം ഡോക്ടർ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അറിവില്ലാത്തതാണ്. ഞാനിത് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം, അതെ ഉപകാരത്തിന് ഒരു ഉപദ്രവമാകുമോ എന്നുള്ള പേടിയുണ്ട് പലർക്കും. എനിക്ക് നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് ആൾക്കാർ സഹായിക്കാൻ. പക്ഷേ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ പിന്നീട് ഇത് പ്രശ്നമാവുക, പിന്നെ ആ ഷൈനെസ് ഉണ്ടാവും, ഇതെല്ലാം അതെനിക്ക് തോന്നുന്നു ഓവർകം ചെയ്യാൻ ട്രെയിനിങ് വേണം. കാരണം ഈ കംപ്രഷൻ പോലും സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും അത് നന്നായി ചെയ്താൽ കിട്ടുന്ന, നമുക്ക് ICUലൊക്കെ നിൽക്കുമ്പോൾ നല്ല കംപ്രഷൻസ് ഉണ്ടാക്കുന്ന BP വ്യത്യാസം കണ്ണുകൊണ്ട് കാണാം. നമുക്കറിയാമല്ലോ. നിങ്ങളിപ്പം ഹാർട്ട് നേരെ എടുത്ത് പ്രസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നേരെ ഡയറക്റ്റ് പിന്നെ കംപ്രഷൻ കൊടുക്കുന്നതാണ്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്ക് ആ കംപ്രഷൻ്റെ ക്വാളിറ്റി എത്രത്തോളം ലൈഫിനെ ബെനിഫിറ്റ് ചെയ്യുന്ന നമുക്ക് അറിയാം. അപ്പോൾ അതെല്ലാം ചെയ്യണമെങ്കിൽ കുട്ടികളുടെ ലെവലിൽ തൊട്ടത് പഠിപ്പിച്ചിരിക്കണം. ഡെഫിനറ്റായിട്ട് എല്ലായിടത്തും അതൊരു നമുക്കൊരു മാൻഡേറ്ററി ആയിട്ട് അതിന് മാർക്സ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഉപായമാണ് അതിന്റെ പരിശീലനത്തിന് കുറച്ചുകൂടി നമ്മൾ ഊന്നൽ കൊടുത്തേ പറ്റൂ. ഈ ശരിക്കും ഇങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ കുഴഞ്ഞു വീണ ഒരാൾ കുഴഞ്ഞു വീണെന്ന് മനസ്സിലായി, അയാൾ ശ്വാസം എടുക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു വ്യക്തിക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ കരോട്ടിഡ് പൾസ്, ഈ തലച്ചോറിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട രക്തക്കുഴലിന്റെ അവിടെ നമ്മളൊരു തള്ളവിരൽ വെച്ച് അമർത്തി നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പൾസേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. പൾസേഷൻ ഇല്ല. അപ്പോൾ ഇയാളൊരു അപകടാവസ്ഥയിലാണ്, കുഴഞ്ഞു വീണ് ഹൃദയം നിന്ന് പോയേക്കാവുന്ന ഒരു അപകടാവസ്ഥയിലാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ നമ്മൾ കൊടുക്കുന്ന ചെസ്റ്റ് കംപ്രഷൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അദ്ദേഹത്തിന് ഉപകാരമായി മാറുന്നത്? ഇപ്പം നമ്മളിപ്പം ശരിക്കും ഹാർട്ട്, ഞാൻ മനസ്സിലാക്കുന്നതോടെ നമ്മളൊരു ഹാർട്ടിൻ്റെ പമ്പിങ് ഒരു മെക്കാനിക്കലാണ്. അതിൻ്റെ അത് തന്നെ മസിൽസ് ഉണ്ട്, അതിന് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉള്ളൊരു ആണ്. നമ്മൾ മയക്കത്തിൽ എപ്പോൾ പോയാലും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിന് പകരം ഹാർട്ടിൻ്റെ മുകളിലേക്ക് ഉള്ള കംപ്രഷൻ കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ തൊറാക്സ്, നമ്മൾ നെഞ്ചിൻ കൂടിനകത്ത് പ്രഷർ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ അമർത്തി വിടുന്നതും ആ ഒരു സ്പ്രിംഗ് ലൈക്ക് മൂവ്മെന്റ്സും കംപ്രഷനും കൂടി ചെയ്യുമ്പം ഒരു തൊറാസിക് പ്രഷർ, നമ്മുടെ നെഞ്ചിൻ കൂടിനകത്തെ പ്രഷർ വെച്ചിട്ട് ഹാർട്ടിൻ്റെ മുകളിലേക്ക് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വരവിനെ സഹായിക്കും. ഇതൊരു ക്ലോസ് സർക്യൂട്ടാണല്ലോ, നമ്മൾ ഒറ്റൊരു സർക്യൂട്ടിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നേ പറ്റൂ, വേറെ വഴികളില്ല. ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന് വേണ്ടി കൊടുക്കുകയും ശരീരത്തിൽ നിന്ന് ഉപയോഗിച്ച രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരികയും ചെയ്യും. ആ പോക്ക് വരവിനെ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്ത് തൊറാക്സ്, നെഞ്ചിൻ കൂടിനകത്തെ പ്രഷർ വ്യത്യാസം കൊണ്ട് നമുക്ക് പിന്നെ ഒരു പരിധി വരെ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ ചലിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരല്പം ചലനം ആ രക്ത ഓട്ടത്തിന് നമുക്ക് കൊടുക്കാനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതിന്റെ ഫിസിയോളജിക്കൽ പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം വികസിക്കാതിരിക്കുക എന്നുള്ള പോയിന്റ് നമ്മളിപ്പം നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, അതിനെപ്പറ്റി. അതായത് ഇപ്പൊ നമ്മളൊരു കാർഡിയാക് സർജൻസ് എന്ന നിലയിൽ ഞങ്ങൾ സ്ഥിരം ഹാർട്ട് ഓപ്പൺ ചെയ്ത് സർജറി നടത്തുന്ന ഒരു വിഭാഗം ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഡോണ്ട് അലോ ടു ഡിസ്റ്റെൻഡ് ദ ഹാർട്ട്, അതായത് ഹൃദയത്തെ ഒരിക്കലും ഒരു പരിധി വിട്ട് വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുക. അതാണ് അതിന്റെ ഒരു ബേസിസ്. സംക്രമണം ഇല്ലാത്തപ്പോൾ അത് വികസിച്ചിരിക്കും, ഇങ്ങനെ വികസിക്കാനുള്ള ടെൻഡൻസി ഒഴിവാക്കുക, ഹാർട്ടിന് തിരിച്ചു വരാനുള്ള സാധ്യത കൂട്ടുക എന്നുള്ളതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പൊ ഈ ഹൃദയം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സങ്കോചിക്കുകയും വികസിക്കുകയും കൺട്രാക്ട് ചെയ്യുകയും ഡയലേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇടവിട്ട് കൺട്രാക്ട് ചെയ്യുകയും ഡയലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവയവമാണ്, ഒരു മസിൽ പമ്പാണ്. പക്ഷേ ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണു പോകുമ്പം ആ ഹൃദയത്തിന്റെ മിടിപ്പ് നിൽക്കുകയാണ്, ഹൃദയത്തിന് സങ്കോചിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള ഈ അശുദ്ധ രക്തം മുഴുവൻ ആ ഒരു പമ്പിലേക്ക് വരികയും
ഹൃദയം ഒരു പരിധി വിട്ട് വികസിക്കുകയും ചെയ്യുന്നു, അല്ലാതെ ഡയലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹൃദയത്തിന്റെ മസിലിന്റെ ഒരു പ്രത്യേകത, ഇതൊരു പരിധി വിട്ട് ഡയലേറ്റ് ചെയ്യാൻ അതിനെ അനുവദിച്ചാൽ പിന്നെ ആ മസിലിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് സമയത്തിന്റെയും പ്രാധാന്യം അല്ലേ നമ്മളിത് ചെയ്യുന്നതിനകത്ത്. ടൈം ഇസ് മസിൽ എന്ന് ഹാർട്ടിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. തീർച്ചയായും. അപ്പോൾ ഒരുപാട് സമയം ഈ ഹൃദയത്തെ വികസിക്കാൻ അനുവദിച്ചിട്ട് പിന്നെ നിങ്ങൾ അവിടെ പോയി ഈ കംപ്രഷൻ കൊടുത്തതുകൊണ്ടും ഹൃദയത്തെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടൈമിന്റെ ആ കോൺസെപ്റ്റ്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആവുന്ന സമയം വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അപ്പോൾ എപ്പോഴും ആ ഹൃദയ സർജറി, ഹൃദയ ശസ്ത്രക്രിയ നടക്കുമ്പോൾ നമ്മൾ ആ ഹൃദയത്തിന് ഒരു പരിധി വിട്ട് വികസിക്കാൻ അനുവദിക്കാതെ ഹൃദയത്തിന് സ്വതസിദ്ധമായ ഒരു സങ്കോചം, ഒരു കൺട്രാക്ഷൻ അനുഭവിക്കുന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് കൈകൊണ്ട് ഹൃദയത്തിനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നിങ്ങളുടെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കാർഡിയക് സർജൻസ് ഈ തുറന്നിരിക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്ത് നേരെ ഹൃദയം കയ്യിലെടുത്ത് പ്രസ് ഓപ്പൺ കാർഡിയാക് മസേജ് പലപ്പോഴും പല വ്യക്തികളും, അതായത് ജീവൻ രക്ഷാ മാർഗമായിട്ട് ഇപ്പം എൻ്റെയൊക്കെ അനുഭവത്തിൽ പലപ്പോഴും പറയാൻ പറ്റും, ഒരു 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ഹൃദയത്തിന് സ്വയമേവ മിടിക്കാൻ കഴിവില്ലാതെ മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടുകൂടി, ഒരു ട്രെയിൻഡ് ഹെൽത്ത് പേഴ്സണലിൻ്റെ സഹായത്തോടുകൂടി ഈ ഹൃദയത്തെ ഇങ്ങനെ കൃത്രിമമായി നമ്മൾ മൂവ് ചെയ്തതുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും സ്വാഭാവിക ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങളുടെ കഥകളുണ്ട് നമുക്ക്. അപ്പം അതിൻ്റെ ഒരു കോമൺ മാൻസ് ആയിട്ടുള്ള ഒരു സാധാരണ വ്യക്തിക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉപായമാണ് CPR. അപ്പം അത് തീർച്ചയായും ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഒരു കാര്യം എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് ഒന്നത് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന, ഇപ്പോൾ ഈ അടുത്ത് കേട്ടൊരു കാര്യം, എനിക്ക് ഒരു പരിചയമുള്ള ഒരാൾ പിന്നെ ഇതേപോലെ ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ വെച്ചിട്ട് ഒരു ചെസ്റ്റ് ഡിസ്കംഫോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അവർ കുറച്ച് അസ്വസ്ഥത കാണിക്കുന്നു, ഒരു സ്ഥലത്ത് പോയി ഡോക്ടറെ ഒരു ക്ലിനിക്കിൽ കാണുന്നു, കുറച്ച് വയറിന് പ്രയാസം ഉണ്ടാകുന്നു, ചെറിയ ഡയറി ആണെന്നൊക്കെ തോന്നുന്നു, ഒരു ദിവസം അവിടെ തങ്ങുന്നു, വേറൊരു പട്ടണത്തിലാണ്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അന്ന് ആ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പം അങ്ങനെ സുഖമില്ല എന്ന് അവർക്കറിയാം, പക്ഷേ കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു പന്തികേടുണ്ട്, ഒരു ചെസ്റ്റ് ഡിസ്കംഫോർട്ട് ആണെന്നാണ് ആദ്യം തോന്നി, പിന്നെ അങ്ങോട്ട് അങ്ങനെ തോന്നിയിട്ടില്ല അവർക്ക്. ഉച്ചയോടുകൂടി അവർ വളരെ പിന്നെ തീർത്തും വയ്യാണ്ടാവുന്നു, ഹെൽപ്പിന് വിളിക്കുന്നു, ഹോട്ടലിൽ നിന്ന് അവർ വരുന്നു, അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പം ഷീസ് അറസ്റ്റഡ്. ആള് ഹൃദയസ്തംഭനത്തിലാണ് എത്തുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം, നമ്മൾ പറയുമ്പോൾ പലപ്പോഴും കുഴഞ്ഞു വീണിട്ടുള്ള മരണം എന്ന് പറയുന്നതിന് മുമ്പുള്ളൊരു സംഭവം ഉണ്ടാവാം അല്ലേ, അത് ചിലപ്പം വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല ആ ആള്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെ നമുക്ക്, ഹൗ ഡു വി പ്രിവെന്റ് ദിസ്, ഈസ് ഇറ്റ് പോസിബിൾ? ഈ കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങളെല്ലാം അതിൽ കുറേയെങ്കിലും ഒഴിവാക്കിക്കൂടെ? അത് ഏതൊക്കെ ലെവലിൽ ഇടപെടാൻ പറ്റും? അത് ഒന്ന്. അപ്പോൾ ഇതിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കുഴഞ്ഞു വീണിട്ടുള്ള കാര്യങ്ങളിൽ മിക്കതും ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഹൃദയസ്തംഭനത്തിൻ്റെ ഒരു പരിധി വരെ മേജർ കോസ്, പ്രധാന കാരണം എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസാണ്. ഹൃദയത്തിലേക്കുള്ള ശുദ്ധരക്തം പ്രദാനം ചെയ്യുന്ന രക്തധമനികൾ, കൊറോണറി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന വിചാരിക്കുന്ന അസുഖത്തിനെ പറ്റി. അതെ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഒരുപക്ഷെ ലോകത്താകമാനം ഉള്ള മരണത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാന കാരണം. പ്രത്യേകിച്ച് സഡൻ കാർഡിയക് ഡെത്തിലും ഒക്കെ പ്രധാന കാരണം അതായിരിക്കണം. കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ് തീർച്ചയായും. അപ്പൊ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനും, ചില അറ്റാക്കുകൾ നമുക്ക് നെഞ്ചുവേന നന്നായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ചിലത് അവർ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേന വന്നുകൊണ്ടിരിക്കും. അവരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭാഗ്യവാന്മാരാണ് അല്ലേ. ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്നൊരു രക്തക്കുഴൽ അടഞ്ഞു പോകും, ലഭിച്ചിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. അതായത് ഹൃദയം ഇതെനിക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നതിന്റെ ഭാഗമാണ് നിങ്ങൾ സ്റ്റെപ്പ് ഓടി കയറുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത വരുന്നു, നിങ്ങൾ നിൽക്കുന്നു, ആ അസ്വസ്ഥത മാറുന്നു. നിങ്ങൾ സാധാരണ ചെയ്യാത്ത ഒരു ജോലി ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്ക് നെഞ്ചിന്റെ ഭാഗത്തൊരു ഭാരം അനുഭവപ്പെടുന്നു. പക്ഷെ ആ ചെയ്യുന്ന ജോലി ഒന്ന് നിർത്തി കഴിയുമ്പോൾ ആ ഭാരം മാറുന്നു. അത് യഥാർത്ഥത്തിൽ ഹൃദയം നൽകുന്ന സൂചനകളാണ്. അപ്പോൾ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് മുൻപ് ഇത്തരം ഒരുപാട് സൂചനകൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് അതിനൊരു മുമ്പുള്ള ദിവസങ്ങൾ അത്ര നോർമൽ അല്ലായിരുന്നു അവരുടെ. പക്ഷേ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ വിചിത്രമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ കുഴപ്പം പിടിച്ചതും അല്ലായിരുന്നു. അപ്പം
ഇടപെടേണ്ടത് എപ്പോഴാണ്, മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊരു പല സംശയം. വ്യക്തി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ട് വരുമ്പോ അത് ഗ്യാസിന്റെ ആകാം, അല്ലെങ്കിൽ അങ്ങനെ അത്ര എനിക്കത് വരാൻ സാധ്യത. അത് വലിയൊരു കാര്യമാണ്. മലയാളികളുടെ പ്രത്യേകിച്ച് ഹ്യൂമൻ ടെൻഡൻസിയാണ്. ഐ എം ബിയോണ്ട് ദിസ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ ന്യൂസുകളും ഈ വാർത്തകളും എല്ലാം എനിക്ക് ചുറ്റും നടക്കുന്നെങ്കിലും എനിക്കത് വരാൻ സാധ്യതയില്ല എന്നൊരു വിശ്വാസത്തിലാണ് നടക്കുന്നത്. അപ്പൊ പലപ്പോഴും അത്തരം കാര്യങ്ങൾ വരുമ്പം നമ്മൾ പറയാറുള്ള ഒരു പോയിന്റ്, നിങ്ങൾക്ക് സാധാരണ വരാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥതയാണ് വരുന്നതെങ്കിൽ അത് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടും ശരിയാകാതെ പെർസിസ്റ്റ് ചെയ്ത് നീണ്ടു നിൽക്കുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു അവഗണിച്ച് കളയാതെ ഒരു മെഡിക്കൽ ഹെൽപ്പ്, നിങ്ങൾക്ക് ഒരു കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലാം, ഒരു ECG എടുത്ത് നോക്കാം, ട്രോപ്പോണിൻ പോലത്തെ ടെസ്റ്റുകൾ ചെയ്ത് വളരെ സ്ക്രീനിങ് ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരുപാട് കാരണങ്ങൾ ഇത്തരം അസ്വസ്ഥതകൾക്ക് പിന്നിൽ ഉണ്ടാകാം. അത്തരം ഒരു ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നതിലൂടെ പലപ്പോഴും ഇത്തരം ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കുഴഞ്ഞു വീണുക എന്ന് പറയുന്നത്. കുഴഞ്ഞു വീണിട്ട് രോഗിയെ രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഒഴിവാക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ചിലപ്പോൾ കാണുന്നൊരു കാര്യം, ഇത് വ്യക്തത വരാൻ സമയം എടുക്കുമല്ലോ, ഒരു കാര്യം ഇവോൾവ് ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ECGകളിൽ അത്ര കാര്യങ്ങൾ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അസ്വസ്ഥത കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറയും നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യൂ, അല്ലെങ്കിൽ വി വോണ്ട് ടു കണ്ടിന്യൂ മോണിറ്ററിങ്. അപ്പോൾ അത് നിസ്സാരമായിട്ട് എടുത്ത് ഇല്ല കുഴപ്പമില്ല ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ EDയിലുള്ള ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങനെ അത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും പറയാൻ പറ്റാത്തതോ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തതാണെങ്കിൽ അത് കാർഡിയാക് ഡിസ്ഫങ്ഷൻ്റെ അതായിരിക്കാമെന്നല്ലെങ്കിൽ അത് വളരെയധികം എനിക്ക് തോന്നുന്നു അത് ഇങ്ങനത്തെ നെക്സ്റ്റ് തിങ് മേ ബി ഒരു ഫുൾ ഒക്ലൂഷൻ, അത് അടഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ചിലപ്പം ഉണ്ടാകുന്ന ഒരു ഹൃദയമിടിപ്പിലെ മാറ്റം, അല്ലെങ്കിൽ VT എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമോ ടാക്കിക്കാർഡിയ ഫിബ്രിലേഷനോ ഒരു സഡൻ കൊളാപ്സോ ആയിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹൃദയത്തിലേക്കുള്ള രക്തോട്ടത്തിന്റെ തന്നെ പ്രശ്നം കാരണം ഹൃദയത്തിന്റെ മിടിപ്പില് വളരെ ക്രമരഹിതമായി അല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റാത്തവണ്ണം, ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം വെറുതെ മിടിക്കുന്ന അവസ്ഥയാണ് ഈ VTയും VF ഒക്കെ. അതൊക്കെ മരണത്തിലേക്ക് നയിക്കും. അപ്പം അതെനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ്, അതായത് വൺ തിങ് ഇതിന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കടുത്ത അസ്വസ്ഥത തോന്നുന്ന അസ്വസ്ഥത മാറാതിരിക്കുക, താങ്കൾ പറഞ്ഞ പോലെ അത് ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം, തലവേദന ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ ന്യൂറോളജിസ്റ്റും സീനിയർ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ടോ, അങ്ങനത്തെ ഒരു സ്പെസിഫിക് കാര്യം അല്ലാതെ ഒരു ജനറലൈസ്ഡ് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. അത് നിസ്സാരമായി തള്ളിക്കളയായിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഇവന്റ് പ്രിവെന്റ് ചെയ്യാൻ. കാരണം അറസ്റ്റ് സംതിങ് ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കാറ്റാസ്ട്രോഫിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാൾ ഹൃദയം അടിക്കുന്നില്ല എന്ന് പറയുമ്പം അതിൽ നിന്ന് പുറത്തു വരുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും CPR ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ECG എടുക്കുന്നു. നമ്മൾ കാണുന്ന പലപ്പോഴും ECGയിൽ വലിയ മാറ്റങ്ങൾ, പ്രധാന രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിന് സമാനമായ മാറ്റങ്ങൾ തൊട്ട് അവിടുന്ന് ഒരാൾ ഹൃദയം അടിച്ചു തുടങ്ങണം. അങ്ങനെ ആ അതിൻ്റെ കൂടെ തന്നെയെങ്കിലും കാത്ത് ലാബിലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി ഹൃദയധമനികളെ തുറക്കണം, അല്ലെങ്കിൽ സർജിക്കലി നിങ്ങളെ വിളിച്ച് മൾട്ടിപ്പിൾ ഇതുണ്ടെങ്കിൽ ചെയ്യേണ്ട എമർജൻസി ആയിട്ട് ബൈപ്പാസ് ഗ്രാഫ്റ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അത് അവിടുന്ന് അങ്ങോട്ടുള്ളൊരു പിന്നെ അങ്ങോട്ട് എന്താ പറയുന്നത് വളരെ എന്താ പറയുക ഒരു റൈഡാണ്. പിന്നെ അത് ആർക്കും പറയാൻ പറ്റില്ല എന്താണ് അതിനകത്ത് സംഭവിക്കുക എന്നുള്ളത്. ഇപ്പോഴും അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു കാര്യം ഡോക്ടർ രഞ്ജിത്ത്, നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വ്യക്തി ഒരു ഹൃദയാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയ സ്തംഭനത്തിലേക്ക് വന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ബേസിക് ലൈഫ് സപ്പോർട്ട് അറിയുന്ന 1-2 വ്യക്തികളുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ താൽക്കാലികമായി ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു പരിധി വിട്ടിട്ടും ഒരു സമയം കഴിഞ്ഞിട്ടും ഈ ആർട്ടിഫിഷ്യൽ കംപ്രഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഹൃദയം സ്വതസിദ്ധമായി മിടിക്കുന്നില്ല. നമ്മൾ ഷോക്ക് കൊടുക്കാൻ പറ്റണ ഷോക്ക് കൊടുത്തു, എന്നിട്ടും ഹൃദയം തിരിച്ചു വരുന്നില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഒരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ? അതൊരു എനിക്ക് തോന്നുന്നത് വളരെ പിന്നെ റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ CPR എന്ന് പറയുന്നത് നമ്മളൊരു BLS തുടങ്ങി ഒരു സാധാരണ ആൾക്കാർ ഒരാളെ സഹായിച്ച് അവർ കംപ്രഷൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പാരാമെഡിക് ഒരു ആംബുലൻസ് കിട്ടിയൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ കംപ്രഷൻ ചെയ്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റൽ വീഡിയോയിൽ തന്നെ കാണാറുണ്ട്. ഒരു ഈ KSRTC ബസ്സിൽ കംപ്രഷൻ ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ അതെല്ലാം വലിയ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ആ KSRTC ഡ്രൈവർ നേരെ കാഷ്വാലിറ്റി മുമ്പിൽ കൊണ്ടുവന്നത്. അത്
കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. കാരണം അത് ജനങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സോ നൈസ് ഫോർ ദ കമ്മ്യൂണിറ്റി. അത്രയും എഫേർട്ട് വരുന്നു. അവിടുന്ന് പാരാമെഡിക്സ് ഓടി അകത്ത് കയറുന്നു, അവിടുന്ന് അവർ കംപ്രഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡോക്ടറെ എല്ലാം പുറത്തേക്ക് എത്തിക്കുന്നു. പിന്നെയുള്ളൊരു വലിയ എഫേർട്ടാണ്. ഒരു അൺസർട്ടൻ, നമ്മൾ കടലിൽ നടുക്ക് നിൽക്കുന്നവർ എങ്ങനെയാണ് പോയിട്ട് എവിടെ എത്തും എന്നറിയാത്ത അത്രയും പിന്നെ പ്രവചനീയാതീതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ പിന്നെയുള്ളത് ഒത്തിരി മരുന്നുകൾ അവർ ഉപയോഗിക്കുന്നു. ഷോക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, എല്ലാത്തിനും ഷോക്ക് ഉപയോഗിക്കില്ല, ഷോക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് ഇ സി ജിയിൽ കാണുന്നതെങ്കിൽ ഹാർട്ടിൻ്റെ മിടിപ്പ് ഏകദേശം ക്രമം വരുന്നവരെ ഒരു ബേസിക് സർക്കുലേഷൻ കിട്ടുന്നവരത് ചെയ്യുന്നു. ഇതാണ് നമ്മൾ നടക്കേണ്ട കാര്യം. അതായത് CPR വിജയിക്കുന്നു. ACLS അല്ലെങ്കിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ഡോക്ടേഴ്സും അവരുടെ വളരെ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവമാണത്. ഓരോരുത്തർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായിട്ട് ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിൽ സമയം പിറ്റ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി ടയർ മാറ്റുന്ന ഒരു F1 റേസിലൊക്കെ കാണുന്ന എല്ലാം കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. അതെ, ടൈം കറക്റ്റായിട്ട്, അതെ, അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ അതിനകത്ത് അവർ പുറത്തേക്ക് വരികയും അവർ ഹൃദയം അടിക്കുകയും ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് ICUവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓർഗൻസിന് തിരിച്ചു വരാനുള്ള സമയം കൊടുക്കുന്നു. നമ്മൾ എല്ലാം തിരിച്ചു വരണമെന്നില്ല, ബ്രെയിൻ തിരിച്ചു വരുമോ എന്നുള്ള ആശങ്ക ചിലപ്പോൾ നിലനിൽക്കുന്നു, ബാക്കി അവങ്ങൾ തിരിച്ചു വരുന്നു. അതൊരു ലോങ് ജേണിയാണ്. അതായത് ഈ ഹൃദയം നിന്നുപോയ സമയത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന ശുദ്ധരക്തം എത്താതെ ഈ അവയവങ്ങൾക്കൊക്കെ എന്തോരം കേട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന് ശേഷമാണ്. കുറച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ചിത്രം വ്യക്തമാവുക. ആ സമയത്ത് നമുക്ക് സർക്കുലേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റൊരു, അല്ലെങ്കിൽ അതിന്റെ കാരണമായ ഹാർട്ടിന്റെ ഡിസീസോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അപ്പം ടാക്കിൾ ചെയ്യുക എന്നുള്ള 2 പോയിന്റുകളേ ഉള്ളൂ. പിന്നെ റിക്കവറി എന്നുള്ളത് ഒരു ലോങ്, അതിനെ തന്നെ പോസ്റ്റ് കാർഡിയക് കെയർ എന്ന് പറഞ്ഞ ICUകളിലൊരു വലിയൊരു ജോലി തന്നെയാണ്. അത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്കംസ് ബെറ്റർ ആവും എന്നുള്ളത് നമുക്കറിയാം. ഈവൻ ടെമ്പറേച്ചർ പോലും നമ്മൾ കൂടാതെ നോക്കണം, ഫീവർ, അങ്ങനത്തെ ഓരോ ഓർഗൻസിനെയും അതിൻ്റെതായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ദിവസങ്ങൾ കൊണ്ട് അവരെ പുറത്തെത്തിക്കുക. പറ്റുമെങ്കിൽ പഴയ പോലെ ആളാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് തിങ്. അത്ര നടക്കണം എന്ന് നിർബന്ധമില്ല, എന്നാൽ അതിനാണ് ശ്രമം. ചിലപ്പോൾ അതിനിടയ്ക്ക് ഓർഗൻസ് തിരിച്ചു വരാം, നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ആൾ, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മാസങ്ങൾക്ക് ശേഷം അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന വളരെ നല്ല സന്ദർഭങ്ങളുണ്ടാവാം. ചിലരങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ആളെ നഷ്ടപ്പെടാം. ചിലർക്ക് രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കാര്യം, അതായത് പറഞ്ഞ പോലെ ബ്രെയിൻ ഫങ്ഷൻ ഇല്ലാതിരിക്കുക. അതെ, ബ്രെയിൻ വളരെ സെൻസിറ്റീവ്, അതിൻ്റെ കൊമറ്റോസായി തന്നെ കിടക്കുക, ബാക്കി ഓർഗൻസ് എല്ലാം ശരിയായി. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ, അത് ചെറുപ്പക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുക. കുടുംബം, അതെ, അതിനകത്ത് അവരോട് കൂടുതൽ കറക്റ്റാണ് അത്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ പാർഷ്യൽ റിക്കവറി പോലും നമുക്ക് ആക്സെപ്റ്റബിളും ആണ്. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പം അവർ റീഹാബ് ചെയ്തിട്ട് നമ്മൾ ഇവർ ഇനി ശരിയാവില്ലെന്ന് വിചാരിച്ചൊരു തെറ്റില്ലാത്തൊരു ലെവൽ ഓഫ് ഇതിലോട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബ്രെയിൻ ഡാമേജ് കഴിഞ്ഞിട്ട് പോലും. അപ്പം അതിൽ ആ നെഗറ്റിവിറ്റി ഇല്ലാതെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റണം. അതാണ് അതിനകത്തുള്ളൊരു പ്രധാന കാര്യം. അപ്പം രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം CPR ഫെയിൽ ചെയ്യുന്നു. നമ്മൾ എത്ര ഈ ഹൃദയത്തെ കംപ്രഷൻ കൊടുത്തിട്ടും ഹൃദയം തിരിച്ചു, നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിയുന്നു. അപ്പം നമ്മളത് നിർത്തണോ വേണ്ടതിന് പോയിന്റ് വരുന്നു. അതാണ് ഇപ്പം നമ്മൾ കോളിംഗ് ദ CPR, നമ്മൾ കോഡ് നിർത്തുന്നു. നമ്മൾ പറയുന്നു ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടിന് മാത്രം എടുക്കാൻ തീരുമാനമാണ്. കാരണം ചിലയിടത്ത് അത് നേരത്തെ ചിലപ്പോൾ ചെയ്യേണ്ടി വരാം, ചിലയിടത്ത് അത് നമ്മളൊരു മണിക്കൂറിന് അങ്ങോട്ട് പോകാം. ഒരു സഡൻ ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നിടത്ത് ഇടയ്ക്കിടയ്ക്ക് ഋതം വരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത പ്രൊലോങ് ചെയ്യാം. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും വന്ന് തുടങ്ങുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ CPR എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം എക്സ്ട്രാ കോർപ്പോറിയൽ എന്നുള്ള വാക്ക് വരുന്ന അവിടെ എന്ന വാക്ക്, അതായത് പുറമേ നിന്നും ഹൃദയത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം. ഒരാൾ ഹൃദയം അടിക്കുന്നില്ല, നമ്മൾ കംപ്രസ് ചെയ്യുന്നു, അതിൻ്റെ കംപ്രഷനും മസാജ്. അപ്പോഴത്തേക്കും വെന്റിലേറ്ററിലോട്ടൊക്കെ ആയിട്ടുണ്ടാവും. ICUകളിൽ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും. കംപ്രഷൻസിന് ഉപാധികളുണ്ടാവും. അപ്പം അങ്ങനത്തെ മെഷീൻ, വെന്റിലേറ്റർ ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കും, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കും, നമ്മൾ കംപ്രഷൻ കൊടുക്കും. ചിലയിടത്ത് മെഷീൻസ് പോലും ഉണ്ട് കംപ്രഷന്. ഇതിൽ ഡിവൈസുകൾ നമുക്ക് വെക്കാൻ പറ്റും. അതിന് നല്ല കൃത്യമായ ഡെപ്തിൽ കംപ്രഷൻ തളരാതെ കൊടുക്കാൻ പറ്റും. കാരണം ഇത് ചെയ്തവർക്കറിയാതെ എളുപ്പമുള്ള കാര്യമല്ല. മാറി മാറി ചെയ്യുമ്പം അതിന് സമയപരിധി കഴിഞ്ഞാൽ പഴയ ആ ഒരു ഉഷാറുണ്ടാവില്ല. നമുക്ക് കാണാം, നമുക്ക് പല പാരാമീറ്റേഴ്സിൽ കാണാം ആ ഡെപ്ത് കുറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ETCO2, പൾസ് ഓക്സിമീറ്റർ എല്ലാം കാണാം നമുക്ക്. അപ്പോൾ അത് ഹൈ ക്വാളിറ്റി CPR ചിലപ്പോൾ ചെയ്യാനത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു ടീം ഉണ്ടാവും.
അവരൊരു എക്മോ ടീം എന്നാണ് നമ്മൾ പറയുക. എക്മോ എന്ന് വെച്ചാൽ ആ വാക്ക് ചിലപ്പോൾ എല്ലാവർക്കും പരിചിതമായിരിക്കില്ല. എക്സ്ട്രാ കോർപ്പോറിയൽ മെമ്പറിൻ ഓക്സിജനേഷൻ, എക്സ്ട്രാ കോർപ്പോറിയൽ. കോവിഡ് യുഗത്തിൽ പലപ്പോഴും ഈ അടുത്ത് ഈ 2020 ശേഷം എനിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ നേടിയ ഒരു പദമാണ് എക്മോ, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. അപ്പൊ ഈ എക്മോയുടെ റോള് ഈ ഒരു കാർഡിയാക് അറസ്റ്റിൽ എങ്ങനെയാണ്? അപ്പൊ അതില് ബേസിക്കലി ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഇത് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് എനിക്കൊന്ന് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടായിരിക്കും. അതിന് ഇത് ടെക്നോളജി ഒരു 10-50 വർഷത്തോളെങ്കിലും നമുക്ക് ഇന്റർനാഷണലി അവൈലബിൾ ആയിട്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന മെഷീൻസ് എല്ലാം വന്നിട്ട് 10-15 വർഷത്തിന് അടുത്തായി കാണും. ഈ എക്മോ മെഷീൻസ് എന്നുള്ള ഇതിൽ ബേസിക്കലി നമുക്ക് കാർഡിയക് ബൈപ്പാസ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് അശുദ്ധ രക്തം ഒരു വെയിനിൽ നിന്ന് എടുക്കുന്നു, ഒരു വലിയ കത്തീറ്റർ, ഒരു ട്യൂബ് പോലെ സാധനകത്തേക്ക് ഇടുന്നു, അതിനെ പുറത്തേക്ക് എടുക്കുന്നു, അതിനെ നമ്മൾ ഒരു പമ്പ് വഴി, ഹൃദയം എന്ന പമ്പിന് പകരം ആ ഒരു പമ്പ് വഴി അതിനെ പിന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു. അതൊരു ഓക്സിജനേറ്റർ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററിലോട്ട് കയറുന്നു. അവിടെ പുറമേ നിന്ന് ഓക്സിജൻ വരുന്നു. അത് ഓക്സിജൻ്റെ സോഴ്സ് വേണം. നമ്മൾ ഓക്സിജൻ മാസ്കിന് പകരം അതിലേക്ക് ഘടിപ്പിക്കുന്നു. അതിലൂടെ രക്തം ഒഴുകുന്നു. ഒഴുകിയ രക്തം കാർബൺ ഡൈഓക്സൈഡ് പുറത്ത് തള്ളി ഓക്സിജൻ അകത്ത് കയറി തിരിച്ച് ഒരു ആർട്ടറിയിലോ ഒരു വെയിനിലോ, അത് ഏതിനെയാണ് നമ്മൾ ഹാർട്ടിനെയാണോ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന പോലെ നമ്മൾ തിരിച്ചെത്തിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്മോയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതായത് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു ഡയാലിസിസ് കുറച്ചുകൂടി സമൂഹത്തിൽ മനസ്സിലായിട്ട്, കിഡ്നി എന്ന് പറയുന്ന നിങ്ങളുടെ മാലിന്യങ്ങളെ മാറ്റേണ്ട ഒരു അവയവം പരാജയപ്പെടുമ്പോൾ ഈ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന ഒരു കൃത്രിമ കിഡ്നി നിങ്ങളുടെ ശരീരത്തിനടുത്ത് കൊണ്ടുവെക്കുന്നു. ഒരു 3-4 മണിക്കൂറിനോട് നിങ്ങളുടെ അശുദ്ധ രക്തം അതിലേക്ക് എടുത്ത് ഈ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റി ശുദ്ധീകരിച്ചൊരു രക്തം നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ കിഡ്നിക്ക് പകരം മറ്റൊരു കൃത്രിമ കിഡ്നി, അതാണ് ഡയാലിസിസ്. അങ്ങനെയെങ്കിൽ ഹൃദയത്തിനും ശ്വാസകോശത്തിനും പകരം മറ്റൊരു കൃത്രിമ ഹൃദയവും ഒരു കൃത്രിമ ശ്വാസകോശവുമാണ് എക്മോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് അടിസ്ഥാനപരമായിട്ട് അതാണ് എൻ്റെ അർത്ഥം. ചില വ്യത്യാസങ്ങളുള്ളത് നമുക്ക് കിഡ്നിയുടെ ഒരു ഡയാലിസിസിൽ നമുക്ക് മാലിന്യങ്ങൾ പുറന്തള്ളുകയാണ് പ്രധാന കാര്യമെങ്കിൽ ഇതിനകത്ത് ഓക്സിജൻ കയറ്റുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡൈഓക്സൈഡ് കളയുന്നുണ്ട്. അപ്പോൾ ആ ഓക്സിജൻ ഇതിനകത്ത് കയറ്റുക എന്നുള്ള ഒരു ജോലിയാണ് നമ്മൾ കൂടുതൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ടെക്നോളജിയിൽ വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ ഒക്കെ ഒത്തിരി ഹയർ വേണം. അപ്പോൾ നമുക്ക് അശുദ്ധ രക്തം ശുദ്ധീകരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്പീഡിൽ ബ്ലഡ് ഒഴുകിയാൽ മതിയെങ്കിൽ ഇതിൽ നമുക്ക് മനുഷ്യന് ആവശ്യമായ ഓക്സിജൻ കിട്ടണം. അവനൊരു കാർഡിയക് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്ന കണക്കുകൾ പ്രകാരമുള്ള ബ്ലഡ് ഫ്ലോ കിട്ടണം. അതിന് വേണ്ട മെഷീൻ അല്ലെങ്കിൽ മോട്ടോർ വളരെ ഫാസ്റ്റർ ആയിരിക്കണം. അപ്പോൾ അത് ഫാസ്റ്റർ ആയിരിക്കണം, അത് ലോങ് ടേമിൽ വർക്കും ചെയ്യണം. ഒരു 6 to 8 hours ഡയാലിസിസ് പോലെ ആയിരിക്കില്ല. അത് ദിവസങ്ങൾ തൊട്ട് ആഴ്ചകൾ വരെ അതിലും അപ്പുറത്തോട്ട് നീണ്ടു പോകുന്നു. അതായത് രോഗിക്ക് ഹൃദയത്തിന് എന്ത് ബുദ്ധിമുട്ടാണോ ഉണ്ടായത് ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഹൃദയം കര കയറുന്നത് വരെ ഈ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും നമ്മൾ ഈ ഓർഗൻ സപ്പോർട്ട് ചെയ്തേ പറ്റും. അത് 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ അങ്ങനെ ആ രീതിയിൽ കണക്കുകൾ പോകാം. മാസങ്ങൾ വരെ സംഭവിക്കും. ചില കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ വരെ വേണ്ടി വരുന്നില്ല. ചിലപ്പോൾ അത് നീണ്ടു പോവാം. അല്ലെങ്കിൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഇത് പ്രധാന അസുഖം മാറുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിനകത്ത് അതിൻ്റെതായ അപകടങ്ങളുണ്ട്. ഇത് അത്ര എളുപ്പത്തിൽ പറയാൻ എളുപ്പമാണെങ്കിൽ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. നമുക്ക് എക്മോൽ ഇട്ടുമെന്ന് വിചാരിച്ചാൽ എക്മോൽ വീട്ടിൽ പോകാനോ അങ്ങനെ പറ്റുന്നൊരു കാര്യമല്ല. ഒരു ഡെസ്റ്റിനേഷൻ സംഭവം അല്ല, അത് ബ്രിഡ്ജാണ്. അപ്പോൾ ബ്രിഡ്ജാണെന്നുള്ള ധാരണയോടുകൂടിയാണ് തുടങ്ങാൻ തന്നെ. അതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോസ്റ്റ്. കാല് വെക്കാൻ ഒരു കരയില്ലെങ്കിൽ നിങ്ങൾക്ക് കര എത്തുന്നത് വരെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു പാലം. അതെ, പാലം എന്ന് പറയുമ്പോൾ കരയില്ല എന്ന് ഏകദേശം നല്ല ഉറപ്പാണെങ്കിൽ പിന്നെ ആ പാലം ഇടാൻ നിൽക്കരുത്. കാരണം നമ്മൾ എവിടെയും ഇല്ലാത്ത സ്ഥിതിയിലാവും. കോസ്റ്റ് ഉണ്ട്, കോംപ്ലിക്കേഷൻസ്. അതൊരു പ്രധാന കാര്യമാണ്. ചെയ്യേണ്ട എക്മോ അല്ല ECPRലോട്ട് പോകരുത്. ECPR എക്മോയുടെ ഒരു യൂസാണ്. വേറെ പല യൂസുകൾ ഇപ്പോൾ നമുക്കിപ്പോൾ വെന്റിലേഷനിലുള്ള ഒരാൾ ഇപ്പോൾ ARDS കോവിഡാണ് ഏറ്റവും നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും നമ്മൾ കണ്ടൊരു കാര്യം. ലങ്സ് മൊത്തം ഡാമേജ് ആയി. വെന്റിലേഷനിൽ കൂടി നമ്മൾ പഠിച്ച പണി 18 നോക്കാന്ന് പറഞ്ഞ പോലെ നേരെ കിടത്തിയും തിരിച്ചു കിടത്തിയും പല മെഷീൻസ് ഉപയോഗിച്ച് പല ടെക്നിക്സ് ഉപയോഗിച്ചുള്ള വെന്റിലേഷനും മരുന്നുകളും ഫലിക്കാതെ ലങ്സ് മോശമായി കഴിഞ്ഞാൽ ലങ്സ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്തവരും എത്ര 100% ഓക്സിജനിൽ പോലും അങ്ങനെ വെന്റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് ഇത് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള എക്മോകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലങ്ങിന് ഹീലിംഗ് പറ്റിയാൽ നിങ്ങൾക്ക് സമയമാണ് പ്രധാനം. ഇവിടെ കോവിഡ് എന്ന് പറഞ്ഞ രോഗമാണൊക്കെ അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോലും ഡാമേജ് ആയ സ്ഥാനത്ത് തിരിച്ചു വരാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ആളെ പതുക്കെ പുറത്തെടുക്കാവുന്ന എത്രയോ പേരങ്ങനെ ഈ വേൾഡ് ഓവർ അത് നമുക്ക് അവർ ജീവിച്ചിട്ടുണ്ട്.
അതായത് ഇപ്പോൾ കോവിഡ് പോലത്തെ ഒരു അസുഖം വന്ന് ശ്വാസകോശം വളരെയധികം മോശമായി. ആ ശ്വാസകോശത്തിന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളി ഓക്സിജനെ സ്വീകരിക്കാൻ കഴിവില്ലാതായി. അതിനി നമ്മളൊരു വെന്റിലേറ്റർ വെച്ച് വളരെ പ്രഷറിൽ എത്ര പ്രഷറിൽ നമ്മൾ ഈ ഓക്സിജൻ അങ്ങോട്ട് കൊടുത്താലും നമ്മുടെ ശ്വാസകോശത്തിന് അത് പറ്റാതെയായി. അപ്പോൾ പിന്നെ നമുക്ക് ആകെ ചെയ്യാവുന്നത് ആ ശ്വാസകോശത്തിന് റെസ്റ്റ് കൊടുക്കുക. ആ ശ്വാസകോശത്തിലെ നീർക്കെട്ടോ അല്ലെങ്കിൽ അതിന് എന്താണോ വന്ന ബുദ്ധിമുട്ട് അത് മാറാൻ അല്പം സമയം കൊടുക്കുക. അതിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായും ശ്വാസകോശത്തിന് ജോലി ചെയ്യാൻ പുറത്ത് ഒരു ഓക്സിജനേറ്റർ നമുക്ക് വേണം. അവിടെയാണ് ഈ എക്മോ എന്ന അത് തന്നെ എനിക്ക് തോന്നുന്നു ഹാർട്ടിന്റെ കാര്യത്തിലും ചെയ്യാൻ പറ്റുമല്ലോ. കാർഡിയക് ഒരു കോസിന് നമുക്കത് ചെയ്യാം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വന്ന് ഹൃദയത്തിന് മിടിച്ച് ശരീരത്തിന് ആവശ്യത്തിനുള്ള രക്തം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഹൃദയത്തിന്റെ മിടിക്കുക എന്ന ആ സ്വഭാവം ഒരു പമ്പിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിൽ നിന്ന്, അത് ഇടുപ്പിലുള്ള ഫെമറൽ വെയിൻ ആവാം, കഴുത്തിലുള്ള ജുഗുലാർ വെയിൻ ആവാം, അതിലേക്ക് അത്യാവശ്യം വലിയ ഒരു ട്യൂബ് ഇടുന്നു, കാനുല. അതുവഴി ഈ അശുദ്ധ രക്തം പുറത്തേക്ക് എടുക്കുന്നു. അത് ആദ്യം തന്നെ നമ്മളൊരു പമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ആ പമ്പ് സാറ് പറഞ്ഞ ഒരു പ്രഷർ ഹെഡ് വേണം. നല്ല പ്രഷറിൽ ഇത് പമ്പ് ചെയ്യുമ്പോൾ ഒരു ഓക്സിജൻ രക്തത്തിന് കിട്ടുന്ന ഒരു ഓക്സിജനേറ്ററിലേക്ക് ഇത് പമ്പ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം അശുദ്ധരക്തം ശുദ്ധരക്തമായി മാറുന്നു. ആ ശുദ്ധരക്തം നമ്മുടെ ഒരു ധമനിയിലേക്ക്, തിരിച്ചു കൊടുക്കേണ്ടത് ഒരു ധമനിയിലേക്ക്, ആർട്ടറിയിലേക്ക്, ഫെമറൽ ആർട്ടറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു ആർട്ടറിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഹൃദയം തിരിച്ചു വരാൻ എടുക്കുന്ന സമയം അത്രയും ശരീരത്തിന് പുറത്ത് മറ്റൊരു ഹൃദയമായി, മറ്റൊരു ശ്വാസകോശമായി എക്മോ പ്രവർത്തിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാർഡിയക് സപ്പോർട്ടിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ ഒരു CPR ചെയ്ത് നമ്മൾ മണിക്കൂർ 45 മിനിറ്റ് കഴിഞ്ഞു, തിരിച്ച് നമ്മൾ CPR ചെയ്ത് അവരെ തിരിച്ച് നമുക്ക് അതേപോലെ എക്മോ മെഷീനിൽ തന്നെ കാത്ത് ലാബിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നമുക്കൊരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്ത് അതിൽ തന്നെ വെച്ച് നമ്മൾ ഹാർട്ടിന്റെ രക്തക്കുഴൽ തുറക്കാൻ പറ്റിയാൽ ചിലപ്പോൾ തിരിച്ചു പോലും വരാൻ പറ്റും. എന്ത് കാരണം കൊണ്ടാണോ ഹൃദയം നിന്നത് ആ കാരണത്തെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർക്ക് ഒരു അല്പം സമയം കിട്ടുകയാണ്. അത്രയും സമയം എക്മോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സർക്കുലേഷൻ അല്ലെങ്കിൽ കോശങ്ങളുടെ ഓക്സിജൻ ഒരു പരിധിയിലപ്പുറം പോയി തിരിച്ചു വരവില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് പലപ്പോഴും ഇത് സഹായിക്കുന്നത്. ഇറിവേഴ്സിബിൾ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യുക. പിന്നെ ഈ സർജറി, ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടും ആ സമയത്ത് എക്മോ ഉപയോഗിക്കുന്നു. അതെ, പലപ്പോഴും ഹൃദയ ശസ്ത്രക്രിയ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഹൃദയ ശസ്ത്രക്രിയക്ക് കഴിയുമ്പോൾ ഏതൊരു അവയവത്തിനാണോ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് ആ അവയവത്തിന് എപ്പോഴും നീർക്കെട്ടുണ്ടാവും, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പം ഈ ഇൻഫ്ലമേഷനെ മറികടന്നുകൊണ്ട്, ആ നീർക്കെട്ടിനെയും മറികടന്നുകൊണ്ടാണ് പിന്നീടുള്ള സമയത്ത് ആ ഹൃദയവും അല്ലെങ്കിൽ ഏത് അവയവമാണോ അത് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഹൃദയത്തിന് സർജറി ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹൃദയം കുറച്ച് സമയത്തേക്കെങ്കിലും ജോലിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാം. എല്ലാ ശസ്ത്രക്രിയകൾക്കുമില്ല, അപൂർവമായിട്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നടക്കുന്ന ബൈപ്പാസ് ശസ്ത്രക്രിയകളൊക്കെ പലപ്പോഴും അതങ്ങനെയൊന്നും സംഭവിക്കാറില്ല. വളരെ സ്മൂത്തായിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു പോവുകയാണ് പതിവ്. പക്ഷേ ഹൃദയം തുറന്നുള്ള വാൽവ് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തന്നെ ഒരു ഭാഗം മാറ്റുക, ഇത്തരം പല ശസ്ത്രക്രിയകളും ഹൃദയ ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ ഹൃദയ ഓപ്പറേഷന് ശേഷം ഹൃദയം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ആ ഹൃദയത്തെ ജോലി ചെയ്യാതെ വിശ്രമിക്കാൻ മെഷീൻ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പോഴും നമ്മൾ എക്മോ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഒരു റെസ്റ്റ് ആണ് അതിനോട്. ഒരു മെഷീൻ ചെയ്യുമ്പം ഇപ്പൊ ഡയാലിസിസും തമ്മിലൊരു വ്യത്യാസം വെച്ചാൽ കിഡ്നിയുടെ ജോലി ഒരു ദിവസം ചെയ്യുന്ന ജോലി നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം 4 മണിക്കൂറുണ്ട് നമുക്ക് ആ ഇതെടുത്ത് മാറ്റിക്കളയാൻ പറ്റും, മാലിന്യങ്ങൾ. ഇത് ഹാർട്ടും ലങ്ങും കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മളതിനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാത്തപ്പോൾ റെസ്റ്റ് കൊടുക്കുന്ന ഒരു രീതിയായിരിക്കും പലപ്പോഴും താങ്കൾ പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഒരു രോഗിയെ, പ്രത്യേകിച്ചും യുവാക്കളായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഹൃദയത്തിൻ്റെ ഒരു അസുഖം വരികയും ആ ഹൃദയം സുഖപ്പെട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അത് സുഖപ്പെട്ട് വരാനുള്ള സമയം നമ്മൾ എക്മോയിലൂടെ പ്രദാനം ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും ഒരു വ്യത്യാസവുമില്ലാതെ മുൻപ് എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നോ, എത്ര ആരോഗ്യമുണ്ടായിരുന്നോ അതേ ആരോഗ്യത്തിലേക്ക് ഈ യുവാക്കളായ പലരും തിരിച്ചു കൊണ്ടുവരാൻ എക്മോ പലപ്പോഴും സഹായകരമാണ്. നമ്മൾ പറയുന്ന കോംപ്ലക്സ് ആണ്, കോസ്റ്റ്ലിയുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് യൂസിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കംസ്
വേറെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ ഔട്ട്കംസും നല്ല പ്രൊഡക്റ്റീവായിട്ട് നന്നായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു ഡെഫിനറ്റ്ലി ഒരു കൂടുതൽ ആളുകൾ അറിയേണ്ടതാണ്. ഒരുവിധം എനിക്ക് തോന്നി പ്രധാനപ്പെട്ട കേരളത്തിലെ പട്ടണങ്ങളിൽ പല സെൻറ്റേഴ്സിലും ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും അതൊരു കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമേ അതിനെപ്പറ്റി വേണ്ടാന്ന് വെക്കേണ്ട ഒരു കാര്യമല്ല. കൂടുതൽ ആൾക്കാർ അറിയണം. പണ്ടല്ല ഈ പറഞ്ഞ പോലെ VIP മാത്രം, അല്ലെങ്കിൽ പണ്ട് വെന്റിലേറ്റർ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതായത് വെന്റിലേറ്ററിൽ കിടന്ന ഒരാളുടെ അവസാനം തീരുമാനമായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മരിക്കുന്നതിന് മുമ്പുള്ള മെഷീനാണെന്നാണ്. അതിപ്പോൾ ഏറെക്കുറെ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതേപോലെ ഇതൊരു പുതിയൊരു ഡിവൈസാണ്. എനിക്ക് പുതിയതല്ല, ആളുകൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടതാണ്. ബോധവൽക്കരണം ആവശ്യമാണ് അതിന്. കാരണം അതിനകത്ത് ഒത്തിരി റോള് പ്ലേ ചെയ്യാനുണ്ട്. പലപ്പോഴും ഉപയോഗത്തിൽ വരേണ്ടതാണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം നമുക്ക് തീർച്ചയായും പറയാം, ഈ എക്മോ പോലെ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് പോലെ കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ അതിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും പ്രധാനം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ജീവിത ശൈലി, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പകരം വളരെ ആക്റ്റീവായ ഒരു ലൈഫ് സ്റ്റൈല്, സ്മോക്കിംഗ് മുതലായ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ദുശ്ശീലങ്ങളിൽ നിന്നുള്ള മാറി നടക്കലുകൾ, ഇടയ്ക്കിടെ ഇത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയും ഈ പെട്ടെന്നുള്ള കൊഴിഞ്ഞു വീണുള്ള മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല കാര്യം, പ്രധാനം. അതെ, നമ്മുടെ ജോലി ഇതാണെങ്കിലും അത് വരാതിരിക്കുക പോലെ നത്തിങ് ലൈക്ക് ദാറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു കാര്യം അല്ലേ.